സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ GST ഉദ്യോഗസ്ഥരെന്ന വ്യാജേന സന്ദർശനം നടത്തി വ്യാപാരികളെ ഭയപ്പെടുത്തി ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുത്ത മൂന്നംഗ സംഘം ഒടുവിൽ പത്തനംതിട്ടയിൽ വെച്ച് പിടിയിലായിരിക്കുകയാണ്. പത്തനംതിട്ട സ്വദേശിയായ ബിജോ മാത്യു, തിരുവനന്തപുരം സ്വദേശികളായ RA ഇമ്മാനുവൽ, ഡെന്നീസ് ജേക്കബ് എന്നിവരാണ് പോലീസിന്റെയും GST ഇന്റലിജൻസ് വിഭാഗത്തിന്റെയും സംയുക്ത നീക്കത്തിലൂടെ വലയിലായത്. പത്തനംതിട്ട കോഴഞ്ചേരിയിലെ ഒരു ബേക്കറി ഉടമ പ്രകടിപ്പിച്ച കൃത്യമായ ജാഗ്രതയും ബുദ്ധിശക്തിയുമാണ് മാസങ്ങളായി കേരളത്തിലുടനീളം വ്യാപാരികളെ വഞ്ചിച്ചുകൊണ്ടിരുന്ന ഈ സംഘത്തിന്റെ തകർച്ചയ്ക്ക് വഴിമരുന്നിട്ടത്. വ്യാജ ഐഡന്റിറ്റി കാർഡുകളും ഔദ്യോഗിക രേഖകളും എന്ന് തോന്നിപ്പിക്കുന്ന ഫോമുകളും ഉപയോഗിച്ച് വളരെ ആസൂത്രിതമായ രീതിയിലാണ് ഇവർ തട്ടിപ്പ് നടത്തിയിരുന്നത്. പത്തനംതിട്ടയ്ക്ക് പുറമെ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ നിരവധി വ്യാപാര സ്ഥാപനങ്ങളിലും ഇവർ ഇത്തരത്തിലെ പരിശോധനകൾ നടത്തി പണം കൈക്കലാക്കിയതായി പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. കോഴഞ്ചേരി ടൗണിലെ ഒരു പ്രമുഖ ബേക്കറിയിൽ GST ഇൻസ്പെക്ടർ ആണെന്ന് സ്വയം പരിചയപ്പെടുത്തി ബിജോ മാത്യു എത്തിയതോടെയാണ് സംഭവങ്ങളുടെ തുടക്കം. കടയിലെ സ്റ്റോക്ക് രജിസ്റ്ററുകളും ബില്ലുകളും പരിശോധിക്കണമെന്നാവശ്യപ്പെട്ടപ്പോൾ GST അടയ്ക്കുന്നതിൽ വലിയ വീഴ്ചകൾ വരുത്തിയിട്ടുണ്ടെന്നും ലക്ഷക്കണക്കിന് രൂപ പിഴ അടയ്ക്കേണ്ടി വരുമെന്നും ഉടമയെ ഭീഷണിപ്പെടുത്തി. എന്നാൽ ഇയാളുടെ പെരുമാറ്റത്തിലും വേഷവിധാനത്തിലും സംശയം തോന്നിയ ബേക്കറി ഉടമ പതറാതെ നിന്നു. പിഴത്തുക വളരെ കൂടുതലാണെന്നും ഇത് ഒഴിവാക്കി തരണമെന്നും പറഞ്ഞ് ബിജോ മാത്യു ഉടമയുമായി വിലപേശാൻ തുടങ്ങിയതോടെ സംശയം ബലപ്പെട്ടു. ഔദ്യോഗിക ഉദ്യോഗസ്ഥർ സാധാരണയായി കടകളിൽ വെച്ച് ഇത്തരത്തിൽ പണത്തിനായി വിലപേശൽ നടത്താറില്ലെന്ന ബോധ്യം ഉടമയ്ക്കുണ്ടായിരുന്നു. തുടർന്ന് തന്ത്രപൂർവ്വം ഇയാളെ കടയിലിരുത്തിയ ശേഷം ഉടമ ഉടൻ തന്നെ GST വകുപ്പിലെ ഇന്റലിജൻസ് ഡെപ്യൂട്ടി കമ്മീഷനെ ഫോണിൽ ബന്ധപ്പെട്ട് വിവരം അറിയിച്ചു. വകുപ്പിൽ നിന്ന് ഇത്തരമൊരു പരിശോധനയ്ക്ക് ആരെയും അയച്ചിട്ടില്ലെന്ന് കമ്മീഷണർ വ്യക്തമാക്കിയതോടെ തട്ടിപ്പ് ഉറപ്പിക്കുകയും ഉടൻ തന്നെ പോലീസിനെ വിവരം അറിയിക്കുകയുമായിരുന്നു. സംഘം ഉപയോഗിച്ചു വരുന്ന തന്ത്രങ്ങൾ വളരെ വിചിത്രവും എന്നാൽ സാധാരണക്കാരായ വ്യാപാരികളെ പെട്ടെന്ന് വീഴ്ത്തുന്നതുമായിരുന്നു. GST കുടിശ്ശികയുള്ള കടകൾ മുൻകൂട്ടി കണ്ടെത്തി അവിടെ എത്തുന്ന സംഘം പിഴയായി വലിയ തുക അടയ്ക്കേണ്ടി വരുമെന്ന് ഉടമകളെ വിശ്വസിപ്പിക്കും. തുടർന്ന് ഈ തുക ഘടുക്കളായി അടയ്ക്കാനുള്ള സൗകര്യം ചെയ്തു തരാമെന്നും ഉന്നത ഉദ്യോഗസ്ഥരുമായി സംസാരിച്ച തുക ഗണ്യമായി കുറച്ചു നൽകാനുമെന്നും വാഗ്ദാനം ചെയ്യും. ഇതിനായി ഗവൺമെന്റ് സീലുകൾ പതിച്ച വ്യാജ രസീതുകളും അവർ നൽകാറുണ്ടായിരുന്നു. നിയമക്കുരുക്കുകളിൽ പെടാൻ ആഗ്രഹിക്കാത്ത പല വ്യാപാരികളും കോടതിയും കേസും പകർന്ന് ഇവർ ആവശ്യപ്പെടുന്ന തുക നൽകി പ്രശ്നം ഒത്തുതീർപ്പാക്കാൻ ശ്രമിച്ചതാണ് തട്ടിപ്പ് ഇത്രയും കാലം നീണ്ടുപോകാൻ കാരണമായത്. പിടിയിലായ ഇമ്മാനുവലും ഡെന്നീസ് ജേക്കബും തിരുവനന്തപുരത്തെ ഹൈ പ്രൊഫൈൽ മേഖലകളിൽ താമസിക്കുന്നവരും നഗരത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി ബന്ധമുണ്ടെന്ന് വരുത്തി തീർക്കുന്നവരുമാണ്. ഇവർ നൽകുന്ന പശ്ചാത്തല സൗകര്യങ്ങൾ ഉപയോഗിച്ചാണ് ബിജോ മാത്യു പരിശോധനകൾക്ക് നേതൃത്വം നൽകുന്നത്. പത്തനംതിട്ട ജില്ലയിൽ മാത്രം കഴിഞ്ഞ ഒരു മാസത്തിനിടെ 10ലധികം കടകളിൽ ഇവർ സമാനമായ രീതിയിൽ പരിശോധന നടത്തിയതായി പോലീസ് കണ്ടെത്തി. പലയിടങ്ങളിലും ആയിരക്കണക്കിന് രൂപ മുതൽ ലക്ഷങ്ങൾ വരെ ഇവർ കൈപ്പറ്റിയിട്ടുണ്ട്. GST വകുപ്പിലെ സാങ്കേതിക പദങ്ങൾ ഉപയോഗിച്ച് സംസാരിക്കുന്നതിനാൽ സാധാരണ വ്യാപാരികൾക്ക് ഇവരെ സംശയിക്കാൻ പ്രയാസമായിരുന്നു. പിടിക്കപ്പെടാതിരിക്കാൻ ഇവർ ഔദ്യോഗിക വാഹനങ്ങൾക്ക് സമാനമായ രീതിയിൽ ബോർഡ് വെച്ച കാറുകളിലായിരുന്നു യാത്ര ചെയ്തിരുന്നത്. പത്തനംതിട്ട പോലീസ് ഇവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നതും. തിരുവനന്തപുരത്തെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു വലിയ തട്ടിപ്പ് ശൃംഖലയുടെ ഭാഗമാണ് ഇവർ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഡെന്നീസ് ജേക്കബിന്റെയും ഇമ്മാനുവലിന്റെയും പശ്ചാത്തലം വിശദമായി അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെയും ചുമതലപ്പെടുത്തി. വിവിധ ജില്ലകളിലായി ഇവർ നടത്തിയ തട്ടിപ്പിന്റെ വ്യാപ്തി കണക്കിലെടുത്ത് സംസ്ഥാന വ്യാപകമായ അന്വേഷണത്തിനാണ് ആഭ്യന്തര വകുപ്പ് ഉത്തരവിട്ടിരിക്കുന്നത്. GST ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്കെത്തുമ്പോൾ വ്യാപാരികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും വകുപ്പ് ഇപ്പോൾ പ്രത്യേക മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്.